എല്ലാവരും വയനാട്ടിലേക്ക് തന്നെയാണ് നോക്കുന്നത്. താരങ്ങൾ എങ്ങനെ വയനാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്നു, അല്ലെങ്കിൽ അവയെക്കുറിച്ച് സഹകരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എല്ലാവരും നോക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് നിഖില വിമലിൻ്റെ ഒരു ചിത്രം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. വയനാട്ടിലുള്ളവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യുന്ന ക്യാമ്പിലേക്ക് നിഖില വിമൽ യാതൊരു മടിയും കൂടാതെ നിൽക്കുന്നു. സാധാരണ ഒരു വസ്ത്രവും ധരിച്ചുകൊണ്ടാണ് തന്നെ കൊണ്ട് കഴിയാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ നിഖില വിമൽ അവിടെ എത്തിയത്. എന്നാൽ വലിയ താരങ്ങൾ മമ്മൂട്ടിയും മോഹൻലാലും എവിടെ? കാശ് കൊണ്ടായാലും എന്തുകൊണ്ടായാലും അവർക്ക് ആവുന്ന സഹായങ്ങൾ ഇവർ നൽകിയോ? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും നിലനിൽക്കുന്നു. ഇന്നലെ ടോവിനോ തോമസിൻ്റെ ഒരു സിനിമയുടെ പ്രൊമോഷൻ ഉണ്ടായിരുന്നു, അതിൻ്റെ അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ അദ്ദേഹം മാറ്റിവെച്ചു. ടോവിനോ തോമസിനെ നമുക്കറിയാം, അദ്ദേഹത്തിനെ പ്രളയ വീരൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. കാരണം പ്രളയ സമയത്ത് തൻ്റെ ജീവിതത്തിലെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം ഈ അഘോരാർത്ഥം അവിടെയുള്ള ക്യാമ്പിലുള്ള ആളുകൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ പ്രളയത്തിലെ രാജാവെന്ന് വിളിക്കുന്നത്. പ്രളയ സമയത്ത് ഒന്നും നോക്കാതെയാണ് ടോവിനോ തോമസ് അവിടെ പ്രവർത്തിച്ചത്. നടൻ ഉണ്ണി മൂതനും കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ ആശങ്കാഭരിതരാവരുത്, നമ്മളെല്ലാവരും ഇപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കണം. ഇപ്പോൾ അവരാരെയും ഉപദ്രവിക്കാൻ പോകരുത്, സ്ഥലം കാണാൻ പോകരുത്. ഈ ഒരു സമയത്ത് സ്ഥലം കാണാൻ ആഗ്രഹിക്കുന്നവരൊന്നും അവിടേക്ക് ചെല്ലരുത്. അത് രക്ഷാപ്രവർത്തനത്തിന് തന്നെ ബാധിക്കും, അതവർക്ക് കൂടുതൽ ദോഷമാകും. നമ്മൾ ഒരിക്കലും അവരെ ദ്രോഹിക്കാൻ പാടില്ല. നമ്മളായിട്ട് അവരെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു തെറ്റായി മാറും. ഇപ്പോൾ പ്രകൃതി തന്നെ അവർക്ക് വല്ലാത്തൊരു ശിക്ഷയാണ് നൽകുന്നത്. ഉരുൾപൊട്ടൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമാണ്. ഇതിനെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കാൻ വയ്യ. എല്ലാവരും ഇപ്പോൾ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഒരുപാട് കുടുംബങ്ങളാണ് അവിടെ നശിച്ചു പോയത്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചേ മതിയാകും. കൊച്ചുകുട്ടികൾ, കുറ്റം ചെയ്യാത്ത ഒരുപാട് പേരാണ് അവിടെ മരിച്ചു വീഴുന്നത്. ആ കാഴ്ചയാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതും. സോഷ്യൽ മീഡിയയിലടക്കം തന്നെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നതും ഇതേ കാര്യമാണെന്ന് പറയുന്നു. എന്നിട്ടും മോഹൻലാൽ അടക്കമുള്ള വലിയ താരങ്ങളുടെ വാർത്തകൾ മാത്രം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇതുവരെ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുമില്ല. മോഹൻലാൽ, മമ്മൂട്ടി എന്നിവർക്കെതിരെ തന്നെയാണ് ഇപ്പോൾ നിരവധി പേർ സംസാരിക്കുന്നത്. എവിടെയാണ് വലിയ താരങ്ങൾ? എവിടെ പോയി? നിങ്ങളൊക്കെ എവിടെയാണ്? ഇത് ചോദിച്ചുകൊണ്ടാണ് പ്രേക്ഷകർ എത്തുന്നത്. ആരും ഇപ്പോൾ വയനാട്ടിലുള്ളവർക്ക് വേണ്ടി സഹായവുമായി എത്തുന്നില്ല. എല്ലാവരും ഷൂട്ടിംഗ് തിരക്കിലാണ്. അതെല്ലാം ആകട്ടെ. എന്നാൽ കമലഹാസനും വിജയ് ഉൾപ്പെടെയുള്ള തമിഴ് നടന്മാരെല്ലാം തന്നെ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചു കഴിഞ്ഞു. അവരെല്ലാം തന്നെ പ്രതികരണം നടത്തിയത് എല്ലാവർക്കും വളരെയധികം ചിന്തിക്കാവുന്നതാണ്. കമലഹാസനും വിജയ്ക്കുമൊക്കെ ഈ ഒരു വാർത്തയെക്കുറിച്ച് തമിഴ്നാട്ടിൽ നിന്ന് പ്രതികരിക്കാമെങ്കിൽ മോഹൻലാലിനും മമ്മൂട്ടിക്കും എന്തുകൊണ്ട് ആയിക്കൂടാ? ജാഗ്രതാ നിർദ്ദേശങ്ങൾ മാത്രമാണ് മോഹൻലാലും മമ്മൂട്ടിയും സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയത്. മറ്റൊന്നും തന്നെ അവർ ചെയ്തിട്ടുമില്ല. അവർ ചെയ്യാത്തതിനെക്കുറിച്ച് തന്നെയാണ് കടുത്ത വിമർശനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നത്. ചെറിയ താരങ്ങൾ എല്ലാവരും തന്നെ ഇത്തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ എന്തുകൊണ്ട് വലിയ താരങ്ങൾക്കാകുന്നില്ല എന്നും മനഃപൂർവ്വം ചെയ്യാത്തതുപോലെ തോന്നുന്നതടക്കമുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.